ഹായ് നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം നമ്മളുള്ളത് കോട്ടയത്താണ്. കോട്ടയത്ത് ഏറ്റുമാനൂരാണുള്ളത്. ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മളിന്നിപ്പോൾ ഇല്ലിക്കൽ കാണാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ ഒരു 4 മണിക്ക് നമ്മൾ ഇറങ്ങിയാണ്. 4 മണിക്ക് ഇറങ്ങി ഇപ്പോഴാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 8:45. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറ്റി വേണം ഇല്ലിക്കലിലേക്ക് പോകാൻ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, ഇല്ലിക്കലിൽ എത്തിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ സൈഡിൽ കാണുന്ന വ്യൂ കണ്ടോ, അടിപൊളി വ്യൂ കേട്ടോ. അന്യായ വ്യൂ എന്ന് വെച്ചാൽ അന്യായ വ്യൂ ആണ്. നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് ഇങ്ങനെ മരങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ കാണുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് എൻട്രി ഫീ ഒക്കെ എടുക്കേണ്ടത്. അപ്പോൾ എൻട്രി ടിക്കറ്റ് നമ്മൾ കൂട്ടുകാരോടെ പോയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അവിടെ പിന്നെ ബാത്റൂമും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഈ സൈഡിൽ ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തോന്നുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ കയറി മേഖലയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട്. നമുക്കിതുപോലെ ഇവിടെ ജീപ്പുണ്ട്. അപ്പോൾ ജീപ്പ് കയറുകയാണെങ്കിൽ നമുക്കിനി മേഖലയിലേക്ക് പോവാം. അപ്പോൾ ജീപ്പിൻ്റെ എൻട്രി ഫീ എല്ലാം അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ പോയി എടുക്കാനായിട്ട് പോയിട്ടുണ്ട്. എത്രയാണെന്നൊക്കെ നമുക്ക് വരുമ്പോഴത്തേക്ക് അറിയാം. ടിക്കറ്റ് തന്നെ. അപ്പം നമുക്ക് ജീപ്പിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം അതാ അവിടെ കാണുന്ന ബിൽഡിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 39 രൂപയാണ് നമുക്ക് ജീപ്പിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എൻട്രി ഫീ വന്നിട്ട് 20 ആണ്. അപ്പോൾ നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ നമുക്ക് ഇതാ ഈ കാണുന്ന വണ്ടികളിൽ നിന്ന് നമുക്ക് മേഖലയിലേക്ക് പോകാനുണ്ട്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഉണ്ട് നമുക്ക്. അപ്പോൾ നടന്ന് പോകുന്നത് വെച്ചാൽ നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് പോകുന്നതെന്ന് വിചാരിച്ചു. നമ്മൾ പാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മേഖലയിട്ടിനി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ജീപ്പ് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് കടയുണ്ട്. അപ്പോൾ അവിടെ നേരെ മേഖലയിലോട്ടാണ് ഇനി കയറാനുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരം നടന്നിനി മേഖലയിലോട്ട് കയറാനുണ്ട്. ഈ 2 സൈഡും കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്. അത് കണക്കിന് ഇപ്പുറ സൈഡും ഒരു കടയുണ്ട്. അപ്പോൾ നമ്മൾ പയ്യെ മേഖലയിട്ട് കയറി തുടങ്ങി കേട്ടോ. ഇവിടെ നല്ല കയറ്റമാണ് കേട്ടോ. ഇതുപോലെ മേഖല മരമാണ് കേട്ടോ. അങ്ങനെ അതിൻ്റെ മേഖലയിൽ വരെ കയറണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നല്ല നല്ല വ്യൂ കാണാൻ പറ്റും. നമ്മളിവിടെ നിൽക്കുമ്പോഴത്തേക്ക് ആ സൈഡ് നല്ല വ്യൂ ആണ് കേട്ടോ. ആ സൈഡൊക്കെ നല്ല താഴ്ചയാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഇവിടെ എത്തിയപ്പോഴും നല്ല വെയിലുണ്ട്. വെയിലത്തിന് കയറി കുറച്ചുകൊണ്ട് മേലോട്ട് കയറി പോകണം. അപ്പോൾ നമ്മുടെ കൂടെ വന്നവരൊക്കെ അവിടെ കയറുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് കയറി മേളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേന് ഇവിടെ 2 വഴിയാണ് കേട്ടോ. ഇതുവഴി ഒരു വഴിയുണ്ട്, അതുപോലെ തന്നെ എൻ്റെ പിറകിലായിട്ട് ഇങ്ങനൊരു വഴിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ വഴി ഒന്ന് പോയി നോക്കാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക്
ആ വഴി കയറി പോവാം. അപ്പോൾ നമുക്ക് ഈ വഴി കയറി ഒന്ന് എന്താണ് ഇതുവഴി കയറി പോകുമ്പോഴത്തേക്ക് കാണാൻ പറ്റുന്ന എന്തൊക്കെയാണ് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ സെയിം വ്യൂ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴും കാണാം കേട്ടോ. അപ്പം നമ്മൾ രാവിലെ ഒരു 4 മണിക്ക് ഇറങ്ങിയാണ്. പക്ഷേ നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഇപ്പോൾ 2:30 ആവാറായി. അപ്പോൾ 3 മണി ആകുമ്പോഴത്തേക്ക് തിരിച്ചിറങ്ങണം. അപ്പോഴത്തേക്ക് ജീപ്പ് താഴേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് തിരിച്ച് താഴോട്ട് ഇറങ്ങേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട വഴിയെ കയറി ഇങ്ങനെ മേളിൽ വന്നു കേട്ടോ. മേളിൽ വന്നപ്പോഴത്തേക്ക് അന്യായ വ്യൂ എന്ന് വെച്ചാൽ അന്യായ വ്യൂ ആണ്. നമുക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ പുറകിലായിട്ട് വലിയ കല്ല് കാണാം. ആ 3 കല്ല് നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് ആ കാണുന്ന അതിലേക്ക് കയറി പോകുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു വ്യൂ ആണ് കിട്ടുന്നത്. അത് ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ താഴേക്കുള്ള വ്യൂ ഉണ്ട്. നല്ല മഞ്ഞ് കണക്ക് സെറ്റായി കിടക്കണം കേട്ടോ അവിടെ. ഇതിൻ്റെ മുകളിൽ വരുമ്പോഴേക്കും നല്ല ചൂടുണ്ട്. പക്ഷേ അതേപോലെ തന്നെ നല്ല രീതിക്ക് കാറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ചൂട് സത്യം പറയാൻ അറിയാൻ പറ്റുന്നില്ല. ഒരു തണുത്ത ഒരു കാറ്റാണ് അടിക്കുന്നത് ഈ ചൂടുണ്ടെങ്കിൽ കൂടി. നമ്മൾ താഴെ നമുക്ക് കാണാം. നേരത്തെ നമ്മൾ കണ്ട ആ കടയൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് കാണാം. അപ്പം നമ്മുടെ ആ മുന്നിലായി കാണുന്ന അതാണ് നമ്മുടെ ഇല്ലിക്കല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നിൽ കാണുന്ന കല്ലെന്ന് പറയുന്നത് കൂടക്കല്ലെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ പിന്നിൽ കാണുന്ന ആ സർപ്പത്തിൻ്റെ ആകൃതിയിൽ വരുന്ന ആ ഒരു കല്ലിനെ കൂനം കല്ലെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു 20 അടി താഴ്ചയ്ക്ക് നല്ലൊരു ഗർത്തമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആ കാണുന്ന ആ മലയുടെ മുകളിൽ കയറുന്ന നമുക്ക് ഇതിൻ്റെ ടോപ്പ് ഭാഗം നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഏകദേശം 4000 അടി ഉയരത്തിലാണ് ഈ കല്ല് വരുന്നത്. അതുപോലെ പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കോട്ടയം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ കൊടുമുടിയാണ് ഈ ഇല്ലിക്കല്ലെന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ വേറെയൊക്കെ ഉണ്ടെങ്കിലും കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ കൊടുമുടി ഈ ഇല്ലിക്കല്ലാണ്. ഇവിടെ ഇതുപോലെ സ്റ്റെപ്പുണ്ട്. സ്റ്റെപ്പ് കയറി നമ്മൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവിടെ താഴ്വാരത്തിൻ്റെ നല്ല സെറ്റ് വ്യൂ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്ക് നിന്ന് വീഡിയോ എടുത്തിട്ടാണ് ഇനിയിപ്പോൾ നമുക്ക് മേളിലേക്ക് അതിൻ്റെ മേളിലോട്ട് കയറണം. കയറിപ്പോയി അവിടെ നിന്നുള്ള വ്യൂ എന്താണെന്നുള്ളത് നിങ്ങളെ കാണിക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അത് എനിക്കൊന്ന് നല്ല സെറ്റ് വീഡിയോ ആയിരിക്കും. അത് ഇല്ലിക്കല്ലിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇനി നമുക്ക് മുന്നോട്ട് നടന്ന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് 2 ഇങ്ങനെ തിരിച്ചിട്ടുണ്ട് കേട്ടോ വഴി. അപ്പോൾ ഇതിലേ പോയാലും ഇപ്പുറ സൈഡിൽ കൂടെ പോയാലും രണ്ടും ഒരു കണക്ക് തന്നെ. വഴിയൊക്കെ ഏതാണ്ടൊക്കെ ഒരേപോലെ കല്ലും ഇതുപോലത്തെ ചെടികളൊക്കെ നിറഞ്ഞ വഴികളാണ്. ഇവിടെ നിന്ന് നടന്ന് കുറച്ചും കൂടെ മേലോട്ടുണ്ട്. ഇനി അത്രയും മുകളിൽ ഇനി കയറാനുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ, അതുവരെ കയറണം. അപ്പം നമുക്ക് ഈ ഇല്ലിക്കല്ലിൻ്റെ ടോപ്പ് വശം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടുള്ള ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. താഴേക്ക് നല്ല താഴ്വാരൊക്കെ അടിപൊളിയായിട്ട് കാണാം. അപ്പോൾ ഞാൻ കയറി വന്ന വഴി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇത്രയും കയറി ഇങ്ങനെ മേളിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ചൊരു എനിക്കൊന്നൊരു 100 മീറ്ററോളം നടന്ന് മേളിലോട്ട് കയറാനുണ്ട്. ഇവിടെ ഇങ്ങനെ കുറച്ചുകൂടെ മേളിലേക്ക് കയറാനുണ്ട്. ഈ സൈഡിൽ ഇതുപോലെ ഇങ്ങനെ കമ്പി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കമ്പിയുടെ സൈഡിൽ ഇങ്ങനെ പിടിച്ച് കയറാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നല്ല റിസ്ക്കാണ്. മേളിൽ ടോപ്പ് വരെ പോയിട്ട് ആൾക്കാരൊക്കെ തിരിച്ചിറങ്ങുന്നുണ്ട് കേട്ടോ. നമ്മളിതുവരെ മേളിലെത്തിയില്ല, നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. മഴ സമയത്തേക്കാണ് പറഞ്ഞെങ്കിൽ ഇത് കയറാൻ പോലും പറ്റില്ല, നല്ല തെറ്റിലായിരിക്കും. അപ്പം നമ്മളിങ്ങനെ കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആ സൈഡിൽ നിങ്ങൾക്ക് ഇല്ലിക്കല്ല് കാണാം. അപ്പോൾ കുറച്ചും കൂടി ഇനി മുന്നോട്ട് ഇനി അതുവരെ കൂടെ പോകാനുണ്ട്. അപ്പോൾ അതോടെ ചെന്നിട്ട് ഞാൻ എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ കയറിങ്ങി ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ആ ഇല്ലിക്കല്ലിൻ്റെ ആ ശരിക്കുള്ള ഭംഗി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നല്ലപോലെ കാണാൻ പറ്റും. നമ്മൾ ആ ആദ്യം കാണുന്ന
ആ കല്ല് കൂടക്കല്ലെന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ തൊട്ട് പുറകിലൊരു സർപ്പത്തിൻ്റെ ആകൃതിയിലൊരു കല്ലുണ്ട്, അതിന് കൂനം കല്ലെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു 20 അടി താഴ്ചയിലേക്കൊരു നല്ലൊരു ഗർത്തമുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് 4000 അടി ഉയരത്തിലാണ് ഇത് നിൽക്കുന്നത്. കോട്ടയത്തിന് ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് കേട്ടോ ഈ ഇല്ലിക്കൽ കല്ലെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ സൈഡിൽ കൂടെയൊക്കെ അപ്പുറ സൈഡിൽ കൂടെ കയറി വരാമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ പുറകിലായിട്ട് നിങ്ങൾക്ക് ഇല്ലിക്കൽ കല്ല് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്കൊരു പുതിയൊരു അടിപൊളി വീഡിയോയുമായി കാണാം.